ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് തന്നെ പോകാം. നമ്മുടെ മിഡ് വീക്ക് സസ്പെൻഷനിൽ നിന്ന് അനീഷ് വളരെ തന്ത്രപരമായി അല്ലെങ്കിൽ രാജകീയമായ തിരിച്ചുവരവ് തന്നെയാണ് നടത്തിയിരിക്കുന്നത്. അനീഷും ശാരികയുമായിരിക്കും പുറത്തേക്ക് പോകുന്നതെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. കാരണം പോയിന്റ് ടേബിളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഈ ഒരു മിഡ് വീക്ക് സസ്പെൻഷൻ ടാസ്കുകളിലെ ലാസ്റ്റ് 3 ടാസ്കുകളിലും അനീഷും അതുപോലെ തന്നെ ശാരികയ്ക്കുമായിരുന്നു ഏറ്റവും കുറച്ച് പോയിന്റ് കുറവായിട്ട് നിന്നിരുന്നത്. എന്നാൽ അവസാന ഗെയിമിൽ അല്ലെങ്കിൽ അവസാന നിമിഷം ബിഗ് ബോസിന്റെ ഒരു വമ്പൻ ടെസ്റ്റ് എന്ന് തന്നെ നമുക്ക് പറയാം, അനീഷ് തിരിച്ചു വന്നിരിക്കുകയാണ്. ഗെയിമിലേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ് അനീഷ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് പുറത്തേക്ക് പോകും, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡെഡ് സോണിലേക്ക് പോകുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ലാസ്റ്റ് വീഡിയോയിലും പറഞ്ഞു, അനീഷ് ഒരിക്കലും ആ ഒരു ഡെഡ് സോണിലേക്ക് പോകേണ്ട ഒരാളല്ല. കാരണം ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ വാഴകളായ കുറെ കണ്ടസ്റ്റൻസ് വെറുതെ നിൽപ്പുണ്ട്. അപ്പോൾ അവരൊക്കെ അവിടെ നിൽക്കുമ്പോൾ അനീഷിനെ പോലെ ഇത്രയ്ക്കും ഫൈറ്റ് ചെയ്ത് അവിടെ അല്ലെങ്കിൽ ഒരു 18-19 കണ്ടസ്റ്റൻസിനെതിരെ ഒരു കോമണറായിട്ട് വന്ന് ഫൈറ്റ് ചെയ്ത് നിന്ന് കളിക്കുന്ന ഒരാൾ, അത് വെറുപ്പിച്ചോ എങ്ങനെയും ആയിക്കൊള്ളട്ടെ, അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരാൾ അവിടെ നിൽക്കാൻ യോഗ്യം തന്നെയാണ്. അപ്പോൾ പുറത്തേക്ക് പോകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നിരാശ ഉണ്ടാക്കുന്ന കാര്യം തന്നെയായിരുന്നു. എന്നാൽ അതൊന്നും നടന്നില്ല. അവസാന ഗെയിമിൽ അവസാന ടാസ്കിൽ അനീഷ് തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. അനീഷ് ഒറ്റയ്ക്ക് അത് തിരിച്ചു പിടിച്ച് ഗെയിമിലേക്ക് വന്ന് പുറത്തേക്ക് പോയില്ല. അനീഷിന് പകരം നമ്മുടെ ഒനീലിനെയാണ് പുറത്താക്കിയത്. ഒനീലും അതുപോലെ തന്നെ ശാരികയും പുറത്തായിരിക്കുകയാണ്. അപ്പോൾ അവസാന ടാസ്ക് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഇതുവരെ 3 ടാസ്കുകളിൽ നേടിയ പോയിന്റ്സുകളെല്ലാം അവര് ഒരു ബോളിനകത്ത് ഓരോ കണ്ടസ്റ്റൻസിന്റെയും മുന്നിൽ ഒരു സ്റ്റാൻഡും അതുപോലെ തന്നെ അതിനകത്ത് ഒരു ബോളും വെച്ചിട്ട് എല്ലാവരുടെയും പോയിന്റ്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ രന 14 പോയിന്റും അതുപോലെ തന്നെ രേണു 13 പോയിന്റ്സ്, അനീഷ് 6 പോയിന്റ്സ്, ഒനീൽ 13 പോയിന്റ്, ശാരിക 3 പോയിന്റ്, സരിക 13 പോയിന്റ്. അവരുടെ പോയിന്റ്സുകളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസ് പറയുന്നത് എല്ലാവരെയും ലൈനിൽ നിർത്തിയിട്ട് കുറച്ച് ദൂരെ ഒരു ബസർ വെച്ചിട്ടുണ്ട്. ആരാണോ ആദ്യം ഓടി ആ ബസർ അടിക്കുന്നത് അവർക്കൊരു അവസരം കിട്ടും. മറ്റുള്ളവരുടെ പോയിന്റിൽ നിന്ന് 7 സെക്കൻഡിനുള്ളിൽ പോയിട്ട് എത്ര പോയിന്റ്സ് കളക്ട് ചെയ്യാൻ സാധിക്കുമോ അത്രയും പോയിന്റ്സ് എടുത്തുകൊണ്ട് തിരിച്ചെത്തി അവരുടെ ബോൾ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത്രയും പോയിന്റ്സ് കിട്ടും. രണ്ടവസരങ്ങളാണ് കിട്ടുന്നത്. രണ്ടവസരങ്ങൾ ലഭിച്ചു. രണ്ടവസരങ്ങളിലും അനീഷ് തന്നെയാണ് വിൻ ചെയ്തത്. അനീഷ് തന്നെയാണ് ആദ്യം ബസർ അമർത്തിയത്. അനീഷ് നമ്മുടെ ഒനീലിന്റെ പോയിന്റ്സ് ആണ് ആദ്യം പോയി എടുത്തത്. 13 പോയിന്റ്സ് ഉണ്ടായിരുന്നു. ഒനീലിന്റെ 9 പോയിന്റ്സുകൾ ആദ്യം ബസർ അടിച്ച് ആദ്യത്തെ റൗണ്ടിൽ കളക്ട് ചെയ്ത് മൊത്തം 15 പോയിന്റ്സുകൾ അനീഷിന്റെ കയ്യിലെത്തി. അപ്പൊ മൊത്തത്തിൽ ഓൾറെഡി അനീഷ് ആ ഒരു ടാസ്കിൽ മുൻപന്തിയിൽ എത്തിക്കഴിഞ്ഞു. അനീഷ് ഒരിക്കലും പുറത്തേക്ക് പോകില്ല. രണ്ടാമതൊരു അവസരങ്ങൾ കൂടി കിട്ടി. വേണമെന്നുണ്ടെങ്കിൽ വേറൊരു കണ്ടസ്റ്റന്റിനെ അനീഷിനെ എടുത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു ട്വിസ്റ്റ് അവിടെയും ഉണ്ടാക്കാമായിരുന്നു. പക്ഷെ അനീഷ് വീണ്ടും ഒനീലിന്റെ തന്നെയാണ് എടുത്തത്. ഒനീലിന്റെ ഒരു 2 പോയിന്റ്സും കൂടെ എടുത്ത് അനീഷ ഒരു ഗെയിം അവസാനിപ്പിക്കുകയായിരുന്നു. ഇൻ കേസ് അത് എടുക്കാൻ സാധിക്കാതെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അനീഷിന് തന്നെ പുറത്തേക്ക് പോകേണ്ടി വരും. കൂടുതൽ ആള് റിസ്ക് എടുത്തില്ല. 2 പോയിന്റ്സുകൾ എടുത്തിട്ട് ആ ഒരു രണ്ടാമത്തെ റൗണ്ടും അവസാനിപ്പിച്ചു. അവിടെ പോകേണ്ടവർ തന്നെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഡെഡ് സോണിലേക്ക് പോകേണ്ടവർ തന്നെയാണ് പോയിരിക്കുന്നത്. അനീഷ് ഒരിക്കലും അവിടെ പോകേണ്ട ഒരാളല്ല. ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിന്ന് ഗെയിം കളിക്കേണ്ട ഒരാളാണ്. കാരണം ഒനീലൊന്നും അവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല, പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. വെറുതെ അവിടെ ഇവിടെ നിന്ന് ഒരാഴ്ച മൊത്തം കിച്ചണിലായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞ് കിച്ചണും കഴിഞ്ഞ് ഒന്നും ചെയ്തില്ല. ഈ ഒരു ടാസ്കിൽ 13 പോയിന്റ്സ് നേടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ബാക്കിയുള്ളവർ കളിച്ച് നേടിക്കൊടുത്തതല്ലാതെ ഒനീലൊന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. ഒനീലിനെ പോലെ തന്നെ അവിടെ രേണുസുതിയുണ്ട്, നമ്മുടെ അനുമോളുണ്ട്, അങ്ങനെ കുറച്ച് കണ്ടസ്റ്റൻസ് അവിടെ വെറുതെ ഒരു വാഴകളായിട്ട് വെറുതെ അവിടെ നിൽപ്പുണ്ട്. അവരൊക്കെ ശരിക്കും പുറത്തേക്ക് പോകേണ്ടത്, അതല്ലാതെ നമ്മുടെ അനീഷിനെ പോലെ ഗെയിം കളിക്കുന്നവരല്ല. എന്താണെന്നുണ്ടെങ്കിലും ഒരു ഡെഡ് സോണിലേക്കാണ് പോയിരിക്കുന്നത്. അവരെന്ന് തിരിച്ചു വരുമെന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇനി അവരൊരു ലൈവ് ക്യാമറയ്ക്ക് മുന്നിലേക്ക് എത്താൻ സാധിക്കത്തില്ല. അവര് ബിഗ് ബോസ് ഹൗസിനുള്ളിലില്ല. ബിഗ് ബോസ് ഹൗസിന്റെ ആ ഒരു സറൗണ്ടിങ്ങിൽ തന്നെ അവർ ഒരു ഇരുണ്ട മുറിയിൽ ക്യാമറകളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തടത്ത് അവരുണ്ടായിരിക്കും. ഇനി ബിഗ് ബോസിന്റെ തീരുമാനത്തിനനുസരിച്ച് ചിലപ്പോൾ അടുത്ത ആഴ്ച തിരിച്ചു വന്നേക്കാം. അത്ര മാത്രമേ നമുക്കിപ്പോൾ പറയാൻ സാധിക്കത്തുള്ളൂ. എനിവേസ്, അനീഷ് കുറച്ച് വെറുപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആരും തന്നെ അനീഷ് പുറത്താകണോ അല്ലെങ്കിൽ അനീഷ് ഒരു ഡെഡ് സോണിലേക്ക് പോകണോ, ഈ ഒരു മിഡ് വീക്ക് എവിക്ഷൻ, മിഡ് വീക്ക് സസ്പെൻഷൻ ഒന്ന് പോകണമെന്ന് നല്ല പ്രേക്ഷകരാരും ആഗ്രഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആൾ എത്ര വെറുപ്പിച്ചു എന്ന് പറഞ്ഞാലും അത്രയ്ക്കൊന്നും വെറുപ്പിയിരുന്നു ഇല്ല. നിലവിൽ ആള് ശക്തമായി തന്നെ പോരാടിയാണ് ഗെയിം കളിച്ചു പോരുന്നത് അത്രയും ആൾക്കാർക്കെതിരെ. അനീഷിന്റെ ഒരു രാജകീയ തിരിച്ചുവരവ് ഗെയിമിലേക്ക് കൂട്ടം കൂടി ഗ്യാങ് ചേർന്ന് അനീഷിനെ ആക്രമിച്ചവർക്കൊക്കെ ഒരു തിരിച്ചടി തന്നെയായിരിക്കും ഇത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.